ഓം നമോ നാരായണായ. നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെ പറഞ്ഞു നിർത്തിയ കഥ രാമൻ്റെ അഭിഷേകത്തിന് കൈകേയി വിസമ്മതം കാണിച്ചതുവരെയാണ്. എന്തൊരു മധുരമാണ് ഈ കഥ കേൾക്കാനായിട്ട്. ബാക്കിയുള്ള ഭാഗം കൂടി നമുക്ക് കേൾക്കാം. തൻ്റെ പുത്രന് രാജ്യാഭിഷേകം കിട്ടുകയുമില്ല, മാത്രവുമല്ല 14 വർഷത്തേക്ക് കാട്ടിലേക്ക് അയക്കണമെന്നും കൂടെ കേട്ടപ്പോൾ അമ്മയായ കൗസല്യയുടെ വിലാപമാണ് ഇനി പറയുന്ന കഥ. സങ്കടം കാരണം കൗസല്യ നിലത്ത് വീണ് മയങ്ങിപ്പോയി. പിന്നീട് മയക്കമുണർന്നതിന് ശേഷം ദുഃഖസമുദ്രത്തിൽ മുങ്ങി അവർ വീണ്ടും വിങ്ങി വിങ്ങി കരയുവാൻ തുടങ്ങി. അതിനുശേഷം തൻ്റെ മകനായ രാമനോട് കൗസല്യ പറഞ്ഞു, ഇന്ന് നീ കാട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഒന്നുമേ മടിക്കാതെ എന്നെയും നിന്നോടൊപ്പം കാട്ടിലേക്ക് കൊണ്ടുപോകണം. നിന്നെ പിരിഞ്ഞ് ഒരു അരനിമിഷം പോലും എനിക്ക് ജീവിക്കാൻ സാധിക്കുമോ? നീ ഇപ്പോൾ ദണ്ഡകാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ യമപുരിയിലേക്ക് പോകും. നീ കാട്ടിൽ പോവുകയാണെങ്കിൽ ഞാൻ മരണത്തിലേക്ക് പോകുമെന്നാണ് അമ്മ പറഞ്ഞത്. സ്വന്തം കിടാവിനെ വേർപിരിയേണ്ടി വരുന്ന ഒരു പശുവിൻ്റെ സങ്കടം വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയില്ലല്ലോ. ഭരതൻ നാട് ഭരിക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ നീ കാട്ടിൽ ജീവിക്കണം എന്ന് വിധിക്ക് നിർബന്ധമുണ്ടോ? ഭൂപനായ ദശരഥനോട് കൈകേയിയോടോ നീ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ചിന്തിച്ചു നോക്കൂ മകനെ. ആദരവിൻ്റെയും ഗുരുത്വത്തിൻ്റെയും കാര്യത്തിൽ അച്ഛനും അമ്മയും നിനക്ക് ഒരുപോലെയാണ്. അതിന് യാതൊരു വ്യത്യാസവുമില്ല. കാട്ടിലേക്ക് പോകണമെന്ന് പിതാവ് കൽപ്പിച്ചാലും പോകരുത് എന്ന അമ്മയായ ഞാൻ വിലക്കുന്നുണ്ടല്ലോ. എൻ്റെ വാക്ക് ലംഘിച്ച് പിതാവിൻ്റെ വാക്ക് കേട്ടാണ് നീ പോകുന്നതെങ്കിൽ ഞാൻ എൻ്റെ ജീവൻ ഉപേക്ഷിക്കും. അതോടെ ഈ സൂര്യവംശം തന്നെ ഇല്ലാതായി തീരുകയും ചെയ്യും. കൗസല്യദേവിയുടെ സങ്കടം നിറഞ്ഞ ഈ വാക്കുകൾ കേട്ട ലക്ഷ്മണൻ ദുഃഖവും ദേഷ്യവും കൊണ്ട് കണ്ണുകളിൽ അന്ന് തീ പാറുന്ന അവസ്ഥയിൽ ലോകം മുഴുവൻ കത്തിച്ചാമ്പലാകുന്ന മട്ടിൽ രാമനെ നോക്കി ഇപ്രകാരം പറഞ്ഞു, എന്തിനാണ് ഈ സങ്കടപ്പെടുന്നത്? ഇതിൽ എത്ര വിഷമിക്കേണ്ട കാര്യം എന്താണുള്ളത്? ബുദ്ധിഭ്രമം സംഭവിച്ചവനും മന്ദനും വയസ്സനായവനും ഭാര്യയ്ക്ക് വശപ്പെട്ടവനും നാണമില്ലാത്തവനും കാമത്തിന് അടിമപ്പെട്ടവനുമാണ് ദശരഥ മഹാരാജാവ്. പിതാവായ ദശരഥനെ ഞാൻ തടവിലാക്കും. രാമാഭിഷേകത്തിന് തടസ്സം നിൽക്കുന്ന ശത്രുക്കളെ മുഴുവൻ യമപുരിയിലേക്ക് അയച്ച് യാതൊരു തടസ്സവുമില്ലാതെ നിന്റെ രാജ്യാഭിഷേകം ഞാൻ നടത്തിത്തരാം. അമ്മേ, ഇതിൽ വിഷമിക്കേണ്ട, യാതൊരു കാര്യവുമില്ല. മനസ്സിൽ സന്തോഷത്തോടെ ഇരുന്നാലും രാമന്റെ അഭിഷേകം നടത്താനുള്ള ധൈര്യവും കഴിവുമൊക്കെ എനിക്കുണ്ടെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അനുചിതമായ കാര്യം ചെയ്യുകയാണെങ്കിൽ ഗുരുവിനെയും ഉപദേശിക്കുകയും ശിക്ഷിക്കുകയും ആകാം. ഇങ്ങനെ പറഞ്ഞ് കോപം കൊണ്ട് 3 ലോകങ്ങളും കത്തിച്ചാമ്പലാക്കുന്ന മട്ടിൽ ലക്ഷ്മണൻ നിൽക്കുന്ന സമയത്ത് ശ്രീരാമൻ മന്ദഹാസം തൂകി വേഗത്തിൽ ചെന്ന് സന്തോഷത്തോടെ ലക്ഷ്മണനെ തഴുകി ഗാഢമായി ആലിംഗനം ചെയ്തു. മഹാലക്ഷ്മി വസിക്കുന്ന മനോഹരമായ മാർവിടത്തോടു കൂടിയവനും ആനന്ദസ്വരൂപനും വണ്ടിന്റെ കറുത്ത നിറമുള്ള ശരീരമുള്ളവനും താമരക്കണ്ണനും ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാരാൽ വന്ദിക്കപ്പെട്ടതും പാദപങ്കജങ്ങൾ ഉള്ളവനും പൂർണ്ണചന്ദ്രനെ പോലെ മുഖമുള്ള ശിവനെ ഏറെ പ്രിയപ്പെട്ടവനും ഭക്തജനങ്ങൾക്ക് പ്രാർത്ഥിച്ചതെല്ലാം നൽകുന്ന കൽപ്പവൃക്ഷത്തിന് തുല്യമായ ശ്രീരാമൻ, പ്രിയപ്പെട്ട ലക്ഷ്മണ മകനെ, വാശിയും അഹങ്കാരവും മാറ്റി നിർത്തി നീ എൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ യഥാർത്ഥ സ്വഭാവം എനിക്ക് നേരത്തെ തന്നെ അറിയാം. എനിക്ക് നിന്നോടുള്ള സ്നേഹവും എന്നോട് നിനക്കുള്ള അളവറ്റ വാത്സല്യവും മറ്റാർക്കുമില്ലെന്ന കാര്യം എനിക്കറിയാം. നിനക്ക് സാധിക്കാത്തതിൽ ഒരു കാര്യവുമില്ല എന്നത് സത്യമാണ്. എങ്കിലും ഞാൻ പറയുന്നത് നീ കേൾക്കൂ. നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന ഈ രാജ്യവും ശരീരവും ലോകവും സകല ധനധാന്യങ്ങളും ശാശ്വതവും സത്യവുമാണെങ്കിൽ അതിനുവേണ്ടി നീ കഷ്ടപ്പെടുന്നതിന് അർത്ഥമുണ്ട്. എന്നാൽ ഇവയൊന്നും ശാശ്വതമല്ലെങ്കിൽ പിന്നെ അതിനുവേണ്ടി പ്രയത്നിച്ചിട്ട് എന്ത് ഫലം? ലൗകിക സുഖങ്ങളെല്ലാം മിന്നൽ പിണർ പോലെ നിമിഷ നേരം കൊണ്ട് ഇല്ലാതാവുന്നതാണ്. നമ്മുടെ ആയുസ്സും വേഗത്തിൽ നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നീ ഓർക്കുക. തീയിൽ ചുട്ടുപഴുത്ത ഇരുമ്പിൽ വീഴുന്ന വെള്ളത്തുള്ളി എത്ര പെട്ടെന്നാണ് വറ്റിപ്പോകുന്നത്, അതുപോലെയാണ് മനുഷ്യജീവിതവും തികച്ചും ക്ഷണികമാണ്. പാമ്പിന്റെ വായിൽ അകപ്പെട്ട് കിടക്കുന്ന ഒരു തവള തൊട്ടു മുന്നിലൂടെ പോകുന്ന പ്രാണിയെ തിന്നാൻ ആഗ്രഹിക്കുന്നത് പോലെ കാലമെന്ന പാമ്പിന്റെ വായിൽ അകപ്പെട്ട ഈ ലോകത്തിലെ മനുഷ്യർ ബുദ്ധിഹീനരായി വീണ്ടും ലൗകിക സുഖങ്ങളുടെ പുറകെ അലയുകയാണ്. മക്കളും സുഹൃത്തുക്കളും ധനവും ഭാര്യയും ഒക്കെയുള്ള ബന്ധങ്ങൾ, വഴിയാത്രക്കാർ വഴിയമ്പലത്തിൽ അല്പനേരത്തേക്ക് ഒന്നിച്ചു കൂടുകയും പിന്നീട് ഓരോരുത്തരും അവരവരുടെ വഴിക്ക് വേർപിരിഞ്ഞു പോവുകയും ചെയ്യുന്നത് പോലെയാണ് ബന്ധങ്ങൾ എന്ന് നീ ഓർക്കുക. പുഴയിലൂടെ ഒഴുകി വരുന്ന വിറകു കഷ്ണങ്ങൾ കുറച്ചു നേരം ഒന്നിച്ചു കൂടുകയും അല്പം കഴിഞ്ഞ് വേർപിരിയുകയും ചെയ്യുന്നത് പോലെ വളരെ നിമിഷമാണ് ഈ കുടുംബ സംബന്ധങ്ങളെല്ലാം. മനുഷ്യർക്ക് സമ്പത്തും ഐശ്വര്യവും സ്ഥിരമല്ല.
ശാശ്വതമല്ലാത്ത അവരുടെ യൗവനവും എന്നെന്നും നിലനിൽക്കുന്നുമോ? ലക്ഷ്മണ, ഭാര്യാസുഖം ഒരു സ്വപ്നം പോലെ മാത്രമാണ്. നമ്മുടെ ആയുസ്സും അതുപോലെ അതിവേഗം കുറഞ്ഞു പോവുകയാണ് എന്ന് ചിന്തിച്ചു നോക്കൂ. കൂട്ടുകാര, ആഗ്രഹങ്ങളും വികാരങ്ങളും നിറഞ്ഞ ഈ ലൗകിക ജീവിതം ആകമാനം ആലോചിച്ച് നോക്കിയാൽ ഒരു സ്വപ്നത്തിന് തുല്യമാണ്. ആകാശത്തിൽ കാണുന്ന ഗന്ധർവ നഗരം പോലെ മായയായി മാത്രമായി ഇതിനെയാണ് ബുദ്ധിഹീനരായ മനുഷ്യർ ശാശ്വതമെന്ന് കരുതി ദിനം പ്രതി പിന്തുടരുന്നത്. സൂര്യദേവൻ അതിവേഗം ഉദിച്ചുയരുന്നു, പിന്നീട് സാഗരത്തിൽ അസ്തമിക്കുകയും ചെയ്യുന്നു. രാത്രിയും ഉറക്കവും വരുന്നു. അതിനുശേഷം കിഴക്കൻ മലനിരകൾ മുകളിലൂടെ വീണ്ടും സൂര്യൻ വേഗത്തിൽ ഉദിച്ചുയരുന്നു. ഇങ്ങനെ ലൗകിക മോഹങ്ങളാൽ ബുദ്ധിഭ്രമം സംഭവിച്ച ജീവികൾ തങ്ങളുടെ സമയം കടന്നു പോകുന്നത് മനസ്സിൽ ആലോചിക്കുന്നതേയില്ല. മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കുന്നത് കൊണ്ട് തങ്ങളുടെ ആയുസ് കുറഞ്ഞു പോകുന്നത് അവർ അല്പം പോലും അറിയുന്നുമില്ല. ചിലരാകട്ടെ വാർദ്ധക്യവും മൂപ്പും നരയും വന്ന് വയസ്സായിട്ടും ആഗ്രഹങ്ങളും മോഹങ്ങളും വർദ്ധിച്ച ഒടുവിൽ മരണപ്പെടുന്നു. കണ്ണുകൾ കൊണ്ട് ഇതെല്ലാം നേരിട്ട് കണ്ടുകൊണ്ടിരുന്നിട്ടും മായയുടെ ഈ വലിയ കളി എന്താണെന്ന് ആരും ശരിക്കും ചിന്തിക്കുന്നില്ല, മനസ്സിലാക്കുന്നുമില്ല. ഇപ്പോൾ ഇതാ പകൽ, അതിനുശേഷം രാത്രി, അതിനുശേഷം വീണ്ടും പകൽ വരുന്നു എന്നിങ്ങനെ മാത്രം ചിന്തിച്ചുകൊണ്ട് ബുദ്ധിഹീനർ പരമാത്മാവായ ഭഗവാന്റെ വഴിയോ തത്വമോ ഒന്നും അറിയാതെ ശ്രമിക്കാനേ കഴിയുന്നു. കാലസ്വരൂപനായ ഈശ്വരന്റെ ലീലകളെക്കുറിച്ചും വിനോദങ്ങളെക്കുറിച്ചും ഒന്നും ചിന്തിക്കാത്തതിനാൽ ചുട്ടെടുക്കാത്ത പച്ചമൺ കലത്തിലെ വെള്ളം വേഗത്തിൽ ചോർന്നു പോകുന്നത് പോലെ തങ്ങളുടെ ആയുസ്സും ഇല്ലാതായി കൊണ്ടിരിക്കുകയാണെന്ന് ആരും മനസ്സിലാക്കുന്നില്ല. രോഗങ്ങളാവുന്ന ശത്രുക്കൾ വന്ന് ഏത് മനുഷ്യന്റെയും ശരീരത്തെ നശിപ്പിക്കും എന്ന് തീർച്ചയാണ്. ഒരു പെൺപുലിയെ പോലെ വാർദ്ധക്യം കടന്നു വന്ന് നമ്മുടെ ശരീരത്തെ ആക്രമിക്കുക തന്നെ ചെയ്യും. മരണമാകട്ടെ ഒരൊറ്റ നിമിഷം പോലും നമ്മെ പിരിയാതെ കൂടെ തന്നെയുണ്ട്. മരണം സമാസമയങ്ങളിൽ നോക്കി തക്കം പാർത്ത് എല്ലാവരുടെയും ഉള്ളിൽ തന്നെയുണ്ട്. ഈ ശരീരമാണ് താൻ എന്ന തെറ്റായ അഹങ്കാരം കാരണം മോഹങ്ങളിൽപ്പെട്ട് ജീവികൾ വിചാരിക്കുന്നു. ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ രാജാവാണ്, ഞാൻ വലിയ ധനികനാണ് എന്നിങ്ങനെ പലവിധത്തിലുള്ള അഹങ്കാര വാക്കുകൾ പറയുകയും ചിന്തിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ ശരീരം ഒടുവിൽ ഏതെങ്കിലും വന്യമൃഗങ്ങൾ തിന്ന് കഷ്ടമായി പോയേക്കാം, അല്ലെങ്കിൽ കത്തിച്ച് ചാരമായി മാറാം, അതുമല്ലെങ്കിൽ മണ്ണിൽ കുഴിച്ചിട്ട് പുഴുക്കളായി തീരാം. അതിനാൽ അത്യന്തത്തിൽ ഇല്ലാതാകുന്ന ഈ ശരീരത്തെ ഓർത്ത് വലിയ മായാമോഹത്തിൽ വീഴുന്നത് ഒട്ടും നല്ലതല്ല. തോല്, മാംസം, രക്തം, അസ്ഥി, മലമൂത്രങ്ങൾ എന്നിവയുടെ സമ്മിശ്രവും പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതവുമായ ഈ ശരീരം മായാമയവും എപ്പോഴും മാറ്റങ്ങൾക്ക് വിധേയമാകുന്നതും ശാശ്വതമല്ലാത്തതുമാണ്. ലക്ഷ്മണ, ദേഹാഭിമാനം മൂലമുണ്ടാകുന്ന മോഹം കൊണ്ടാണ് ലോകം മുഴുവൻ കത്തിച്ചാമ്പലാകാൻ നീ മനസ്സിൽ വിചാരിച്ചത്. അത് നിന്റെ അജ്ഞത കൊണ്ടാണ് എന്ന് മനസ്സിലാക്കൂ. ശരീരമാണ് എല്ലാം എന്ന് അഭിമാനിക്കുന്നവർക്ക് കോപം കാരണം സകല ദോഷങ്ങളും വന്നു ഭവിക്കുമെന്ന് നീ ഓർക്കുക. ഞാൻ ഈ ശരീരമാണ് എന്ന ചിന്ത മനുഷ്യരെ അജ്ഞാനത്തിലേക്കും മായാമോഹങ്ങളിലേക്കും തള്ളിവിടുന്ന ആ വിദ്യ ആണ്. ഞാൻ ഈ ശരീരമല്ല, പരമാത്മാവാണ് എന്ന ചിന്ത സകല മോഹങ്ങളെയും നശിപ്പിക്കുന്ന വിദ്യ ആണ്. മനുഷ്യനെ ലൗകിക ബന്ധങ്ങളിൽ തിളച്ചിടുന്നത് അവിദ്യയും അതിൽ നിന്നും മുക്തി നൽകുന്നത് വിദ്യയുമാണ്. അതിനാൽ മോക്ഷം ആഗ്രഹിക്കുന്നവർ മനസ്സ് ഏകാഗ്രമാക്കി ഈ ജ്ഞാനത്തെ അഭ്യസിക്കുകയാണ് വേണ്ടത്. അതിൽ കാമം, ക്രോധം, ലോഭം, മോഹം തുടങ്ങിയ വികാരങ്ങളാണ് നമ്മുടെ പ്രധാന ശത്രുക്കൾ എന്ന് മനസ്സിലാക്കുക. മോക്ഷപ്രാപ്തിക്ക് തടസ്സം നിൽക്കാൻ ഏറ്റവും ശക്തിയുള്ള വികാരം കോപമാണ് എന്ന് നീ അറിഞ്ഞാലും. കോപം കാരണം മനുഷ്യർ സ്വന്തം അമ്മയെയും അച്ഛനെയും സഹോദരനെയും സുഹൃത്തുക്കളെയും പോലും കൊല്ലാൻ തുനിയുന്നു. കോപം മനസമാധാനം തകർക്കും, മനുഷ്യനെ സംസാര ബന്ധത്തിലാക്കും, സ്വന്തം ധർമ്മത്തെ തന്നെ ഇല്ലാതാക്കും. അതിനാൽ ബുദ്ധിമാന്മാരായ ആളുകൾ കോപത്തെ പൂർണ്ണമായും ഉപേക്ഷിക്കും. കോപം തന്നെയാണ് യഥാർത്ഥത്തിൽ യമൻ, മൃത്യു എന്നതാണ് തീർച്ചയാണ്. തൃഷ്ണ, ആഗ്രഹങ്ങൾ തന്നെയാണ് വൈതരണി നദി മാറുന്നത്. മനസ്സിന്റെ സന്തോഷമാണ് ദേവന്മാരുടെ ഉദ്യാനമായ നന്ദനവനം. സദാസമയവുമുള്ള മനഃശക്തിയാണ് കാമധേനു, ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കുന്ന പശു എന്ന് മനസ്സിലാക്കുക. അതിനാൽ നന്നായി ചിന്തിച്ച് നീ ശാന്തിയെ തന്നെ പ്രാപിക്കുകയും സേവിക്കുകയും ചെയ്യുക. അങ്ങനെ ചെയ്താൽ യാതൊരുവിധ സങ്കടങ്ങളും നിനക്ക് അനുഭവപ്പെടുകയില്ല. ശരീരം, ഇന്ദ്രിയങ്ങൾ, പ്രാണം, ബുദ്ധി എന്നിവയൊക്കെ ഉപരിയായിട്ടാണ് പരമാത്മാവ് വസിക്കുന്നത് എന്ന് കേൾക്കുക. പരമാത്മാവ് പരിശുദ്ധവും സ്വയം പ്രകാശിക്കുന്നതും ആനന്ദപൂർണവും പരമതത്വവും രൂപമില്ലാത്തവനും നിത്യവുമായ ഒന്നാണ്. അത് യാതൊരു വികൽപ്പനകളും ഇല്ലാത്തതും വികാരങ്ങളില്ലാത്തവനും നിർവികാരം പൂർണ്ണതയുള്ളതുമാണ്. സകലത്തിനും ഏക കാരണമായവനും ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നവനും എല്ലാത്തിനും സാക്ഷിയായവനും സർവജ്ഞനുമായ ഈശ്വരനെ
നീ എപ്പോഴും മനസ്സിൽ ധ്യാനിച്ചു കൊള്ളുക. കാര്യങ്ങളുടെ സാരം അറിയുന്നവർ പ്രിയപ്പെട്ട ലക്ഷ്മണ, സുഖദുഃഖങ്ങൾ നൽകുന്ന പ്രാരാബ്ദങ്ങൾ കർമ്മഫലങ്ങളെല്ലാം അനുഭവിച്ച് തന്നെ തീർക്കണം. കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് ചെയ്യേണ്ട കർത്തവ്യങ്ങളെല്ലാം മായയോ വ്യാജമോ ഇല്ലാതെ ചെയ്തു തീർക്കുകയേ വഴിയുള്ളൂ. കർമ്മങ്ങളിൽ പറ്റിപ്പിടിച്ചിട്ടുള്ള ആസക്തിയില്ലാതെയും അതിന്റെ ഫലങ്ങളിൽ യാതൊരു ആഗ്രഹവും ഇല്ലാതെയും എല്ലാ കർമ്മങ്ങളും ശാസ്ത്രങ്ങളിൽ നിറഞ്ഞതുപോലെ പരബ്രഹ്മത്തിൽ നിത്യവും സമർപ്പിച്ചുകൊണ്ട് ചെയ്യണം. പരിശുദ്ധമായ ആത്മാവിനെ ഒരു കർമ്മഫലങ്ങളും ബാധിക്കുകയില്ല. അതിനാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിൽ ധരിച്ച് ആ ജ്ഞാനസ്വരൂപത്തെ സദാസമയവും ചിന്തിച്ച് അഹങ്കാരമെല്ലാം ഉപേക്ഷിച്ച് ഉള്ളിൽ പരമാനന്ദം നിറച്ച് മായാമോഹങ്ങളെ നിന്റെ മനസ്സിൽ നിന്നും ഉടൻ തന്നെ എറിഞ്ഞു കളയും. അഹങ്കാരം അഭിമാനവുമാണല്ലോ വലിയ വിപത്തുകൾ, ആപത്തുകൾക്ക് കാരണം. ലക്ഷ്മണനോട് ഇപ്രകാരം ഉപദേശിച്ചതിനു ശേഷം ശ്രീരാമൻ പ്രസന്നമായ മുഖത്തോടെ മാതാവായ കൗസല്യയോട് പറഞ്ഞു, അമ്മേ, കേൾക്കണം. മനസ്സ് തെളിഞ്ഞ് എൻ്റെ വാക്കുകൾ കേൾക്കൂ. ഇതിൽ ഒട്ടും വിഷാദിക്കേണ്ടതില്ല. ആത്മജ്ഞാനമില്ലാത്തവരെ പോലെ വെറുതെ ദുഃഖിച്ച് സ്വന്തം ആത്മാവിന് യാതൊരുവിധ സങ്കടവും ഉണ്ടാക്കരുത്. എല്ലാ ലോകങ്ങളിലും ജീവിക്കുന്ന സകല ജനങ്ങളും തമ്മിൽ എപ്പോഴും ഒന്നിച്ച് ജീവിക്കണം എന്ന് വിചാരിക്കാൻ സാധിക്കില്ലല്ലോ. അമ്മേ, സർവവും അറിയുന്ന ആളാണല്ലോ നീ. 14 വർഷം കാട്ടിൽ വസിച്ച് ഞാൻ വേഗത്തിൽ മടങ്ങിയെത്തുക തന്നെ ചെയ്യും. അതിനാൽ മനസ്സിലെ സങ്കടങ്ങളെല്ലാം മാറ്റിവെച്ച് സ്നേഹത്തോടെ എന്നെ അനുഗ്രഹിക്കണമേ. അച്ഛനെ എൻ്റെ മനസ്സിൽ അർദ്ധശരീരമായി കരുതുന്നത് പോലെ അച്ഛനെ തന്നെ ആശ്രയിച്ച് അമ്മയും ഇവിടെ കഴിയണം. ഭർത്താവിൻ്റെ കർമ്മങ്ങളെ അനുകരിച്ച് അദ്ദേഹത്തെ ശുശ്രൂഷിക്കുക എന്നത് മാത്രമാണ് ഉത്തമയായ ഒരു ഭാര്യയുടെ പതിവ്രതാ ധർമ്മം. അമ്മ സന്തോഷത്തോടെ എന്നെ അയക്കുകയാണെങ്കിൽ എനിക്ക് യാതൊരു സങ്കടവും ഉണ്ടാവില്ല. അമ്മ മനസ്സിലെ സങ്കടം മാറ്റി നിർത്തിയാൽ എനിക്ക് കാട്ടിൽ വാസവും തികച്ചും സുഖകരമായി തീരും. ഇങ്ങനെ പറഞ്ഞ് ശ്രീരാമൻ മാതാവിൻ്റെ പാദങ്ങളിൽ വീണു വീണ്ടും തൊഴുതു നമസ്കരിച്ചു. സ്നേഹത്തോടെ ശ്രീരാമനെ എടുത്ത് മടിയിലിരുത്തി വന്ധ്യതയോടെ ശിരസിൻ്റെ ആനന്ദ കണ്ണീർ കൊണ്ട് അഭിഷേകം ചെയ്തു. തുടർന്ന് കൗസല്യ ശ്രീരാമന് മംഗളാശ്രുക്കൾ നേരുകയും രാമന്റെ സംരക്ഷണത്തിനായി ദേവന്മാരോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. ലോക സൃഷ്ടികർത്താവായ ബ്രഹ്മാവേ, ദയാസമുദ്രവും പരമപുരുഷനുമായ വിഷ്ണു ഭഗവാനെ ഹരേ, മൃത്യുഞ്ജയനായ മഹാദേവ ശിവ, പാർവതീപദേ, ഇന്ദ്രൻ തുടങ്ങിയ ദിക്പാലകന്മാരെ, ദുഃഖങ്ങളെല്ലാം നശിപ്പിക്കുന്ന ഭഗവതിയായ ദുർഗെ, പ്രപഞ്ചത്തിന്റെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾക്ക് കാരണികാരിയായ ചണ്ഡികാദേവി, എൻ്റെ മകൻ കാട്ടിലൂടെ നടക്കുമ്പോൾ, വിശ്രമിക്കുമ്പോഴും ബോധമില്ലാതെ ഉറങ്ങുമ്പോഴും സന്തോഷത്തോടെ നിങ്ങളെല്ലാവരും അവനെ സംരക്ഷിക്കണമേ. ഇങ്ങനെ ദേവന്മാരോട് പ്രാർത്ഥിച്ചതിനു ശേഷം കൗസല്യ കണ്ണീരോടെ തൻ്റെ മകനായ രാമനെ ഗാഢമായി ആലിംഗനം ചെയ്തു. 14 വർഷം കാട്ടിൽ വസിച്ച് വേഗത്തിൽ തിരിച്ചു വരിക എന്ന് പറഞ്ഞ് യാത്രയാക്കാൻ അനുവാദം നൽകി. ആ നിമിഷം ശ്രീരാമൻ ഇടറിയ തൊണ്ടയോടെ മാതാവിനെ നമസ്കരിച്ചു. ലക്ഷ്മണൻ തികച്ചും സങ്കടങ്ങളില്ലാതെ ശാന്തനായി ശ്രീരാമനോട് ഇപ്രകാരം പറഞ്ഞു, എൻ്റെ മനസ്സിൽ നിലനിന്നിരുന്ന സംശയങ്ങളെല്ലാം അങ്ങയുടെ ഉപദേശം കേട്ടതോടെ പൂർണ്ണമായും മാറിപ്പോയി. പ്രഭോ സീതാപതേ, രാമചന്ദ്ര ദയാനിതേ, അങ്ങയുടെ പാദസേവ ചെയ്യാനായി അടിയനും ഇപ്പോൾ കൂടെ പോരുവാൻ സന്തോഷത്തോടെ അനുവാദം നൽകണമേ. ചന്ദ്രനെ പോലെ സുന്ദരമായ മുഖമുള്ള രഘുപതിയെ ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ പ്രാണൻ തന്നെ ഉപേക്ഷിക്കും. അത് കേട്ട് താമരക്കണ്ണനായ ശ്രീരാമൻ ആദരവോടെ എങ്കിൽ നീയും കൂടെ പോന്നുകൊള്ളൂ എന്ന് അനുവാദം നൽകി. തുടർന്ന് വൈദേഹിയായ സീതാദേവിയോട് യാത്ര പറയാനായി സന്തോഷത്തോടെ ശ്രീരാമൻ സീതയുടെ കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചു. കൊട്ടാരത്തിലേക്ക് എത്തിയ ഭർത്താവിനെ കണ്ട സീതാദേവി വേഗത്തിൽ പുഞ്ചിരിയോടെ എഴുന്നേറ്റ് നിന്നു. സ്വർണപാത്രത്തിൽ കരുതിയ വെള്ളം കൊണ്ട് ആഗ്രഹത്തോടെയും ആദരവോടെയും ശ്രീരാമന്റെ പാദങ്ങൾ കഴുകി. നാണത്തോടെ നേരിയ പുഞ്ചിരിയോടെ ആ സുന്ദരി വളരെ പതുക്കെ രാമനോട് ചോദിച്ചു, ദയാനിധേ, അകമ്പടി സേവകൾ ആരുമില്ലാതെ അങ്ങ് ഒറ്റയ്ക്ക് കാൽനടയായി വന്നത് എന്തുകൊണ്ടാണ്? എൻ്റെ നാഥ, അങ്ങയുടെ പടയാന എവിടെ പോയി? വെൺകൊറ്റ കുടിയും വിശറിയും ചാമരവും വാദ്യഘോഷങ്ങളും സ്വർണാഭരണങ്ങളും സാമന്ത രാജാക്കന്മാരുമൊക്കെ ഉപേക്ഷിച്ച് സന്തോഷത്തോടെ രോമാഞ്ചത്തോടെയും അങ്ങ് എന്തുകൊണ്ട് ഇപ്പോൾ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? വിദേഹ രാജ്യത്തിന്റെ മകളായ സീതയുടെ ഈ വാക്കുകൾ കേട്ട് രാജകുമാരനായ ശ്രീരാമൻ ഇപ്രകാരം പറഞ്ഞു, എനിക്ക് പുണ്യം ലഭിക്കുന്നതിനായി പിതാവ് ദണ്ഡകാര്യത്തിന്റെ ഭരണ ചുമതല തന്നിരിക്കുകയാണെന്ന് നീ അറിയുക. ഈ കാട് സംരക്ഷിക്കാനാണ് ഞാൻ ഉടൻ തന്നെ പോവുകയാണ്. പ്രിയപ്പെട്ടവളെ, നീ മനസ്സിലൊട്ടും വിഷമിക്കാതെ മാതാവായ കൗസല്യയെ നന്നായി ശുശ്രൂഷിച്ച് അവിടെ സുഖമായി കഴിഞ്ഞുകൊള്ളുക. ഭർത്താവിന്റെ ഈ വാക്കുകൾ കേട്ട സീതാദേവി വളരെ വിഷമത്തോടെ രാമഭദ്രനോട് പറഞ്ഞു, രാത്രിയിൽ പോലും അങ്ങയിൽ നിന്ന് അല്പനേരം വേർമിരിഞ്ഞിരുന്നാൽ അത് സഹിക്കാൻ കഴിയാത്തവളാണ് ഞാൻ.
അങ്ങയ്ക്ക് പിതാവിനും തമ്മിൽ വലിയ സ്നേഹവും വാത്സല്യവും ഉള്ളതാണല്ലോ. അങ്ങനെ അങ്ങിരിക്കട്ടെ. അങ്ങയ്ക്ക് കാട് ഭരിക്കാൻ തരണമെന്ന് ഇന്ന് പിതാവിന് തോന്നാൻ എന്താണ് കാരണം? ഇന്നലെ വളരെ കൗതുകത്തോടെയും സന്തോഷത്തോടെയും കൂടെ അങ്ങയുടെ രാജ്യാഭിഷേക ചടങ്ങുകൾ ആരംഭിച്ചത് രാജാവ് തന്നെയാണല്ലോ. എന്റെ ഭർത്താവേ, സത്യം എന്താണെന്ന് പറയൂ. ആലോചിച്ചു നോക്കുമ്പോൾ ഈ സംഭവിച്ച കാര്യങ്ങളെല്ലാം വളരെ വിചിത്രമായി തോന്നുന്നു. സീതയുടെ ഇത് ചോദ്യം കേട്ട ശ്രീരാമൻ പറഞ്ഞു, ഉത്തമ സ്ത്രീകളുടെ തിലകമായ പ്രിയപ്പെട്ട സീതയെ, നീ കേൾക്കൂ. രാജാവായ പിതാവ് പണ്ട് കേകയ രാജകുമാരിയെ കൈകേയി അമ്മയ്ക്ക് 2 വരങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. ദേവലോകത്ത് വെച്ച് ദേവാസുര യുദ്ധമുണ്ടായപ്പോൾ അസാമാന്യ ധൈര്യത്തോടെ പോരാടാൻ അച്ഛൻ പോയ സമയത്തായിരുന്നു അത്. അതിലൊരു വരം ഭരതന് രാജ്യാഭിഷേകം നടത്തണമെന്നും രണ്ടാമത്തേത് എന്നെ കാട്ടിലേക്ക് അയക്കണമെന്നുമാണ്. വാക്ക് പാലിച്ചില്ലെങ്കിൽ സത്യലംഘനം ഉണ്ടാകുമല്ലോ എന്ന് മനസ്സിൽ പേടിച്ച അച്ഛൻ മാതാവായ കൈകേയിക്ക് ആ വരങ്ങൾ നൽകി അനുവദിച്ചു. അതിനാലാണ് ഞാൻ ഇന്ന് കാട്ടിലേക്ക് പോകുന്നത്. 14 വർഷം ദണ്ഡകാര്യത്തിൽ യാതൊരു വിഷമവും ഇല്ലാതെ വസിച്ച് ഞാൻ തിരികെ വരും. നീ അതിൽ യാതൊരു തടസ്സവും പറയാതെ ദുഃഖങ്ങളെല്ലാം മാറ്റി നിർത്തി മാതാവായ കൗസല്യയോടൊപ്പം ഇവിടെ സുഖമായി കഴിഞ്ഞുകൊള്ളുക. ശ്രീരാമൻ ഇപ്രകാരം പറഞ്ഞു കേട്ട് പൂർണ്ണചന്ദ്രനെ പോലെ സുന്ദരമായ മുഖമുള്ള സീതാദേവി പറഞ്ഞു, കാട്ടിലേക്ക് ഞാൻ അങ്ങയുടെ മുന്നിൽ നടക്കാം. ഭവാൻ എന്റെ പിന്നാലെ വന്നാൽ മതി. എന്നെ വേർപിരിഞ്ഞു പോകുന്നത് യാതൊരു കാരണവശാലും അങ്ങേക്ക് ഉചിതമല്ല എന്നങ്ങ് മനസ്സിലാക്കണം. സീതയുടെ വാക്കുകൾ കേട്ട് ശ്രീരാമൻ മനോഹരമായി സംസാരിക്കുന്നവളും ആനയെപ്പോലെ ഗംഭീരമായി നടക്കുന്നവളുമായ സീതയോട് പറഞ്ഞു, സാന്ദ്രമായ മരങ്ങൾ നിറഞ്ഞ ഈ അടവിയിൽ നിന്നെ ഞാൻ എങ്ങനെ കൂടെ കൊണ്ടുപോകും? ഭയാനകമായ സിംഹങ്ങൾ, കടുവകൾ, കാട്ടുപന്നികൾ, കാട്ടുപോത്തുകൾ, ആനകൾ, പാമ്പുകൾ, കരടികൾ, ചെന്നായ്ക്കൾ, മനുഷ്യരെ തിന്നുന്ന രാക്ഷസന്മാർ കൂടാതെ എണ്ണമറ്റ മറ്റ് ദുഷ്ടമൃഗങ്ങളും ആ കാട്ടിലുണ്ട്. അവയൊക്കെ കണ്ടാൽ കാട്ടിൽ നമുക്ക് എല്ലാവർക്കും വലിയ സങ്കടങ്ങളും പേടിയും ഉണ്ടാകും. പ്രത്യേകിച്ച് സ്ത്രീ ജനങ്ങൾക്ക് ഭയം വളരെ കൂടുതലായിരിക്കും എന്ന് മനസ്സിലാക്കൂ. പ്രിയെ, അവിടെ ഭക്ഷിക്കാൻ കയ്പും എരിവും പുളിയുമുള്ള കിഴങ്ങുകളും കാട്ടുപഴങ്ങളും മാത്രമായിരിക്കും ഉണ്ടാവുക. രുചികരമായ കറികൾ, പലഹാരങ്ങളും, അപ്പവും ചോറും മറ്റു പാനീയങ്ങളും ഒക്കെ കഴിക്കുന്ന സുഖം അവിടെ ഒരൊറ്റ നേരവും ലഭിക്കില്ല. കാട്ടിൽ ഗുഹകളിലും കുഴികളും മൂർച്ചയുള്ള കല്ലുകളും മുള്ളുകളും നിറഞ്ഞ ദുർഘടമായ വഴികളിലായിരിക്കും. ശരിയായ വഴി പോലും കണ്ടുപിടിക്കാൻ കഴിയില്ല. വഴി കാട്ടിത്തരാൻ അവിടെ ആരും ഉണ്ടാവുകയുമില്ല. കഠിനമായ തണുപ്പും കാറ്റും വെയിലും കൊണ്ടുള്ള കഷ്ടപ്പാട് വളരെ കൂടുതലായിരിക്കും. കാൽനടയായി തന്നെ വേണം യാത്ര ചെയ്യാനും. ക്രൂരന്മാരായ രാക്ഷസന്മാരെ കണ്ടാൽ ആർക്കും അവിടെ സമാധാനത്തോടെ കഴിയാൻ സാധിക്കില്ല. അതിനാൽ എൻ്റെ വാക്ക് കേട്ട് നീ ഇവിടെ തന്നെ നിന്ന് മാതാവായ കൗസല്യെ നന്നായി ശുശ്രൂഷിച്ച് കഴിയുക. 14 വർഷം കഴിഞ്ഞാൽ ഞാൻ തിരികെ വരിക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയവുമില്ല. ശ്രീരാമന്റെ ഈ വാക്കുകൾ കേട്ട സീതാദേവി അതിയായ ദുഃഖത്തോടെ വീണ്ടും പറഞ്ഞു, എന്റെ നാഥ, അങ്ങയുടെ പതിവ്രതയായ ധർമ്മപത്നിയാണ് ഞാൻ. അങ്ങല്ലാതെ എനിക്ക് യാതൊരു ആശ്രയവുമില്ല. ദയാനിധേ, അങ്ങയോടൊപ്പം പോരുന്നതിൽ യാതൊരു തെറ്റുമില്ല. അങ്ങയുടെ പാദങ്ങൾ ശുശ്രൂഷിക്കുവാനുള്ള എൻ്റെ വ്രതത്തെ അങ്ങ് തടയരുതേ. അങ്ങയുടെ കൂടെ സദാസമയവും കഴിയുന്ന എന്ന ഉപദ്രവിക്കാൻ മറ്റാർക്കും സാധിക്കും? അവിടെ ലഭിക്കുന്ന കിഴങ്ങുകളും പഴങ്ങളും വെള്ളവുമാകട്ടെ എൻ്റെ ഭർത്താവ് കഴിച്ചതിന് ബാക്കി ഭക്ഷിക്കുന്നത് എനിക്ക് അമൃതിന് തുല്യമാണ്. ഭർത്താവായ അങ്ങയോടൊപ്പം നടക്കുമ്പോൾ കഠിനമായ മൂർച്ചയുള്ള കല്ലുകളും മുള്ളുകളും പോലും എനിക്ക് പൂമെത്തയാണ്. കാമദേവന് തുല്യം സുന്ദരനായ എൻ്റെ നാഥ, അങ്ങ് എന്നെ ഉപേക്ഷിച്ചു പോകരുത്. എനിക്ക് അവിടെ യാതൊരു സങ്കടവും ഉണ്ടാകില്ല. ഭയം അല്പം പോലും ഉണ്ടാവില്ല. പണ്ട് എൻ്റെ കൊട്ടാരത്തിൽ വെച്ച് ജ്യോതിഷരിൽ പണ്ഡിതനായ ഒരു ബ്രാഹ്മണൻ, അന്ന് ആ ബ്രാഹ്മണൻ എൻ്റെ അച്ഛനോട് പറഞ്ഞിരുന്നു, ഞാൻ ഭർത്താവിനോടൊപ്പം കാട്ടിൽ വസിക്കേണ്ടി വരുമെന്ന്. അതിൽ എനിക്ക് യാതൊരു വിഷമവും അനുഭവപ്പെടുകയുമില്ല. ഞാൻ മുൻപ് തന്നെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അത് സത്യവുമാണ്. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. ശ്രേഷ്ഠന്മാരായ കവികൾ പല രാമായണ കഥകൾ ആദരവോടെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതിലൊന്നും സീതാദേവിയെ കൂട്ടാതെ ശ്രീരാമൻ വനവാസത്തിന് പോയതായി ഇവിടെ എവിടെയും കേട്ടിട്ടുമില്ല. പ്രകൃതിയും പുരുഷനും പരമാത്മാവും മായയും എപ്പോഴും വേർതിരിച്ചിട്ടുണ്ടോ? വിചാരിച്ചു നോക്കിയാൽ രണ്ടും ഒന്ന് തന്നെയാണ്. വിവാഹബന്ധത്തിന്റെ അർത്ഥം മനസ്സിലാക്കണം. ജീവന്റെ അവസാന കാലത്ത് പോലും ഭാര്യയും ഭർത്താവും പിരിയുമോ? അങ്ങനെയൊക്കെ ഇരിക്കെ എന്നെ ഉപേക്ഷിച്ച് അങ്ങ് തനിയെ കാട്ടിലേക്ക് പോവുകയാണെങ്കിൽ നിന്റെ പാദങ്ങളിൽ ആണയിട്ട് പറയുന്നു, ഞാൻ എൻ്റെ പ്രാണൻ ഉപേക്ഷിക്കും. സീതാദേവി ഇപ്രകാരം പറഞ്ഞു കേട്ട് ശ്രീരാമൻ മന്ദഹാസ്യത്തോടെ പറഞ്ഞു, എങ്കിൽ പ്രിയപ്പെട്ടവളെ, ഇനി വൈകാതെ കൂടെ പോന്നോളൂ. ഇതിനെ ഓർത്ത് വിഷമിച്ച് വേവലാതിപ്പെടേണ്ട.
സീതേ, നിന്റെ മാലകളും ആഭരണങ്ങളും എല്ലാം അരുന്ധതി ദേവിക്ക് ദാനം ചെയ്തു കൊള്ളുക. ഇപ്രകാരം പറഞ്ഞതിനു ശേഷം ഉത്തമന്മാരായ ബ്രാഹ്മണരെ ക്ഷണിച്ചു വരുത്തി ശ്രീരാമൻ അത്യന്തം ആദരവോടെ ലക്ഷ്മണനും ആവശ്യപ്പെട്ടു. ലക്ഷ്മണകുമാരൻ ശ്രേഷ്ഠനായ ബ്രഹ്മശ്രേഷ്ഠനെ ക്ഷണിച്ചു വരുത്തി. വസ്ത്രങ്ങളും ആഭരണങ്ങളും പശുക്കളും കണക്കില്ലാത്തത്ര ധനവും എല്ലാം സദാചാരികളും നല്ല കുലഗുണമുള്ളവരും കുടുംബികളുമായ വേദപണ്ഡിതരായ ബ്രാഹ്മണർക്ക് ആദരവോടെ പല വിധത്തിൽ ദാനം ചെയ്തു. മാതാവായ കൗസല്യയുടെ സേവകരായ ഉത്തമ ബ്രാഹ്മണർക്കും വസിഷ്ഠദാനികൾക്കും ദാനം നൽകി. തുടർന്ന് കൊട്ടാരത്തിലെ അന്തപുരവാസികൾക്കും മറ്റു അനേകം സേവകർക്കും വിവിധ ദാനങ്ങൾ നൽകി. അതോടെ സന്തോഷദീപ്തിയിലായ അവരെല്ലാം രാജകുമാരനായ ശ്രീരാമനെ മംഗളങ്ങൾ നേർന്ന് അനുഗ്രഹിച്ചു. സന്യാസിമാരും ബ്രാഹ്മണരും അത്യന്തം ദുഃഖത്തോടെ കണ്ണു പൊഴിച്ചുകൊണ്ട് അവിടെ സ്വീകരിച്ചു. സീതാദേവിയും ആ സമയത്ത് വസിഷ്ഠഭക്തിയായ അരുന്ധതി ദേവിക്ക് വലിയ ആദരവോടെയും സ്നേഹത്തോടെയും ആഭരണാദി ദാനങ്ങൾ നൽകി. ലക്ഷ്മണൻ തന്റെ അമ്മയായ കൗസല്യയ്ക്ക് സമർപ്പിച്ചു വന്നപ്പോൾ മാതാവായ സുമിത്ര തന്റെ മകനായി നന്നായി അനുഗ്രഹിക്കുകയും തുടർന്ന് ഇപ്രകാരം ഉപദേശിക്കുകയും ചെയ്തു. നീ ജ്യേഷ്ഠനായ രാമനെ സദാസമയം ശുശ്രൂഷിച്ച് ഒട്ടും പിരിയാതെ അദ്ദേഹത്തിന് മുന്നിൽ തന്നെ വഴികാട്ടണം. സീതാദേവിയെ നിന്റെ അമ്മയായ എന്നെ പോലെയും കാടിനെ നമ്മുടെ അയോധ്യയായും നീ ഉറപ്പിച്ചു കരുതുക. യാതൊരു മായവുമില്ലാത്ത ഈ ചിന്ത മനസ്സിൽ ഉറപ്പിച്ച് നീ പോവുക. നിനക്ക് സുഖമായി വരാൻ അനുഗ്രഹിക്കുന്നു. അമ്മയുടെ ഈ വാക്കുകൾ തലയിലേറ്റിക്കൊണ്ട് ആദരവോടെ ലക്ഷ്മണൻ വന്ദിച്ചു. സ്വന്തം വില്ലും അമ്പുകളും എല്ലാം കയ്യിലെടുത്ത് അവർ ശ്രീരാമന്റെ അടുക്കിലേക്ക് ചെന്ന് വണങ്ങി നിന്നു. ആ സമയത്ത് ശ്രീരാമൻ സീതാദേവിയോടും ലക്ഷ്മണനോടുമൊപ്പം അച്ഛനായ ദശരഥനായി വന്ദിക്കാനായി പോകുമ്പോൾ അയോധ്യയിലെ ജനങ്ങളെ സ്നേഹത്തോടെയും കൗതുകത്തോടെയും നോക്കി. അതിസുന്ദരനും കാമദേവന് തുല്യം മനോഹരവും കറുത്തതുമായ ശരീരമുള്ളവനും ആഗ്രഹങ്ങൾ സാധിച്ചു നൽകുന്നവനും താമരക്കണ്ണനും ശിവനാൽ സേവിക്കപ്പെട്ടവനും ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നവനുമായ ശ്രീരാമസ്വാമി പിതാവിന്റെ കൊട്ടാരത്തിലേക്ക് കാൽനടയായി പോകുന്നത് കണ്ട് അയോധ്യവാസികൾ തികച്ചും സങ്കടപ്പെട്ട് പരസ്പരം പറഞ്ഞു, കഷ്ടം, അയ്യോ നോക്കൂ, ദൈവമേ, എന്തൊരു കഷ്ടമാണിത്. അനുജനോടും പ്രിയപ്പെട്ട ഭാര്യയോടുമൊപ്പം മറ്റ് യാതൊരു സഹായവുമില്ലാതെ കല്ലുകളും മുള്ളുകളും കുഴികളും ഉയർച്ച താഴ്ചകളും നിറഞ്ഞ കഠിനമായ വഴിയിലൂടെ കാൽനടയായി ചെന്താമരപ്പൂവിനേക്കാൾ മൃദുവായ പാദങ്ങൾ കൊണ്ട് എന്നും കാട്ടിലൂടെ നടക്കണമെങ്കിൽ വിധിച്ച ആ ബ്രഹ്മാവിന്റെ മനസ്സ് എത്രയും ക്രൂരവും കഠിനവുമാണ്. ഇന്നലെ വരെ മനുഷ്യരിൽ ആർക്കുമില്ലാത്തത്ര മക്കളോടുള്ള സ്നേഹം ദശരഥ മഹാരാജാവിനുണ്ടായിരുന്നു. എന്നിട്ടിപ്പോ പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ എന്തായിരിക്കും കാരണം എന്നൊരാൾ പറഞ്ഞത് കേട്ട് മറ്റൊരു നാട്ടുകാരൻ ഇപ്രകാരം പറഞ്ഞു. രാജാവ് കൈകേയ രാജകുമാരിയായ കൈകേയിക്ക് 2 വരങ്ങൾ നൽകിയിരുന്നത്രേ. അതുകൊണ്ടാണ് ശ്രീരാമൻ കാട്ടിലേക്ക് പോകുന്നത്, ഭരതൻ വന്ന് രാജ്യം ഭരിക്കുകയും ചെയ്യുന്നത്. നമ്മളും ശ്രീരാമന്റെ കൂടെ കാട്ടിലേക്ക് പോവുക തന്നെ വേണം. രാമനെ പിരിഞ്ഞു ജീവിക്കാൻ നമുക്ക് സാധിക്കുമോ? അയോധ്യവാസികളായ ബ്രാഹ്മണർ തുടങ്ങിയവർ സംസാരിക്കുന്നത് കേട്ട് വാമദേവ മുനി സന്തോഷത്തോടെ ആ നാട്ടുകാരോട് ഇപ്രകാരം ഉപദേശിച്ചു. ശ്രീരാമനെയോ സുന്ദരിയായ സീതാദേവിയോ ഓർത്ത് നിങ്ങൾ ആരും സങ്കടപ്പെടേണ്ടതില്ല. ഇതിന്റെ യഥാർത്ഥ പരമതത്വവും ഞാൻ പറഞ്ഞു തരാം. എല്ലാവരും മനസ്സുറപ്പിച്ച് ശ്രദ്ധയോടെ കേട്ടാലും. ശ്രീരാമൻ എന്നാൽ സാക്ഷാൽ മഹാവിഷ്ണുവാണ്. താമ്രക്കണ്ണനായ ആദരണീയ നാരായണനാണ്. ലക്ഷ്മണൻ അനന്തശേഷനാണ്. ജനകന്റെ മകളായ സീതാദേവി ആകട്ടെ സാക്ഷാൽ മഹാലക്ഷ്മിയും ലോകമാതാവായ പരാശക്തിയുമാണ്. ആ പരമാത്മാവ് മായാഗുണങ്ങളെ ആശ്രയിച്ച് പലവിധ ശരീരങ്ങൾ സ്വീകരിക്കുന്നു. രജോ ഗുണം സ്വീകരിച്ച് ബ്രഹ്മാവായി മാറി പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു. സത്യഗുണം സ്വീകരിച്ച് ഭക്തരെ ശത്രുക്കളിലാക്കി വിഷ്ണുവിന്റെ രൂപമെടുത്ത ഈശ്വരനായ ആ പരമാത്മാവ് ലോകത്തെ നിത്യവും പാലനം ചെയ്യുന്നു. തമോ ഗുണം സ്വീകരിച്ച് പാർവതീപതിയായ ശിവന്റെ രൂപത്തിൽ പ്രപഞ്ചത്തെ സംഹരിക്കുന്നതും ഈ ഭഗവാൻ തന്നെയാണ്. വൈവസ്വത മനുവിന്റെ ഭക്തിയിൽ പ്രസന്നനായ ഭഗവാൻ മത്സ്യാവതാരം സ്വീകരിക്കുകയും ഹയഗ്രീവനെ വധിച്ച് വേദങ്ങളെല്ലാം ബ്രഹ്മാവിന് വീണ്ടെടുത്തു നൽകുകയും ചെയ്തത് ഈ രാഘവൻ തന്നെയാണ്. പണ്ട് പാലാഴി മദനം ചെയ്തപ്പോൾ മന്ദരപർവ്വതം പാതാളത്തിലേക്ക് താണുപോയ സമയത്ത് ഉറപ്പുള്ള കൂർമാവതാരം സ്വീകരിച്ച് ആ പർവ്വതത്തെ തന്റെ പുറത്ത് താങ്ങി നിർത്തിയതും ഈ രാഘവനാണ്. ദുഷ്ടനായ ഹിരണ്യക്ഷനെ വധിച്ച് വരാഹരൂപം ചൂണ്ട്
തോറ്റന്മേൽ ഭൂമിദേവിയെ ഉയർത്തിയെടുത്ത് കാരണക്കടലിൽ നീന്തിയതും പ്രപഞ്ചകാരനായ ഈ രാഘവൻ തന്നെയാണ്. ഗർജനത്തോടെ നരസിംഹരൂപമെടുത്ത് ഭക്തനായ പ്രഹ്ലാദനെ രക്ഷിക്കുവാനായി ക്രൂരമായ നഖങ്ങൾ കൊണ്ട് ഭയാനകനായ ഹിരണ്യകശിപിന്റെ നെഞ്ചു പിളർന്നു പതിച്ച രക്ഷകനും ലക്ഷ്മീപതിയുമായ ഭഗവാനും ഇവൻ തന്നെ. പുത്രനെ ലഭിക്കാനായി അതിഥി ദേവി ഭക്തിയോടെ പ്രാർത്ഥിച്ചതിനാൽ കരുണയോടെ അവളുടെ മകനായി ഇന്ദ്രനായി അനുജനായി വാമന രൂപത്തിൽ അവതരിച്ച് ഭക്തനായ മഹാബലിയോട് 3 അടി മണ്ണ് യാചിച്ച് 3 ലോകങ്ങളും അളന്നെടുത്ത് ഇന്ദ്രന് തിരികെ നൽകിയ ത്രിവിക്രമനും ഈ രാമൻ തന്നെയാണ്. ബ്രാഹ്മണരെ ഉപദ്രവിച്ചിരുന്ന രാജാക്കന്മാരുടെ വംശമടക്കം നശിപ്പിക്കുന്നതിനായി ഭൂമിയിൽ പരശുരാമനായി അവതരിപ്പിച്ചതും ഈ രാഘവൻ തന്നെയാണ്. ഇപ്പോൾ ഭൂമിയിലെ ഭാരം കുറയ്ക്കാനും രാക്ഷസ വംശത്തെ മുഴുവൻ നശിപ്പിച്ച ധർമ്മം പുനഃസ്ഥാപിക്കാനുമാണ് ജനനമരണങ്ങളില്ലാത്ത ആദ്യനായി ഈ പരമാത്മാവ് ദശരഥപുത്രനായി സീതാപതിയായും അവതരിച്ചിരിക്കുന്നത്. വേദങ്ങൾക്കും എളുപ്പത്തിൽ അളക്കാനാവാത്ത പരമമായ തത്വമാണ് അവർ. അവിനാശിയും പുരുഷോത്തമനും സാക്ഷാൽ നാരായണനാണ് മനോഹരനായ രാമനായി മനുഷ്യരൂപം സ്വീകരിച്ചിരിക്കുന്നത്. ദേവന്മാരുടെ തന്മയ്ക്കായി രാവണനെ വധിക്കാനാണ് അവർ കാട്ടിലേക്ക് പോകുന്നത്. എന്നാൽ അതിന് കാരണം ദശരഥ രാജാവോ കൈകേയിയോ അല്ല. രാജാവ് പറഞ്ഞത് കേട്ട് മാത്രമല്ല അവൻ പോകുന്നത്. ലോകത്തെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്ന തന്റെ ശക്തിയാൽ വിഷ്ണുമായ ദേവിയായ ജാനകിയോടൊപ്പം വിഷ്ണു ഭഗവാൻ ഇപ്പോൾ കാട്ടിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. ഇന്നലെ നാരദ മഹർഷി വന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ രാഘവൻ അദ്ദേഹത്തോട് ഇപ്രകാരം പറയുകയുണ്ടായി: രാക്ഷസവംശത്തെ നശിപ്പിക്കുന്നതിനായി ഞാൻ നാളെ തന്നെ വ്യക്തമായും വനത്തിലേക്ക് പുറപ്പെടും. ഇതുകൊണ്ടാണ് രാമൻ കാട്ടിലേക്ക് പോകുന്നത്. അതിനാൽ ദിവസങ്ങളെല്ലാം മനസ്സിൽ ദുഃഖവും വിഷമവും ഉപേക്ഷിക്കൂ. രാമനെ ഓർത്ത് ആരും ദുഃഖിച്ചിരിക്കേണ്ടതില്ല. എല്ലാവരും രാമ രാമ എന്ന് നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കൂ. ദിവസവും രാമ രാമ എന്ന് ജപിക്കുന്ന മനുഷ്യർക്ക് മരണഭയമോ മറ്റു ഭയങ്ങളോ ഒന്നും ഉണ്ടാകില്ലെന്ന് മാത്രമല്ല, അവർ മോക്ഷം പ്രാപിക്കുകയും ചെയ്യും എന്ന കാര്യത്തിൽ തീർച്ചയാണ്. സുഖദുഃഖങ്ങളിലാൽ മാറ്റമില്ലാത്തവനും നിശ്ചലനും ഗുണങ്ങൾക്ക് അതീതനും യാതൊരു കുറവോ കൂടുതലോ ഇല്ലാത്തവനും നിരാമയനും ആനന്ദപൂർണമായ മാറ്റമില്ലാത്തവനുമാണ് ഭഗവാൻ ശ്രീരാമൻ. അങ്ങനെയുള്ള ഈശ്വര സ്വരൂപത്തിന് എങ്ങനെയാണ് ദുഃഖവും സങ്കടവും ഒക്കെ അനുഭവപ്പെടുക? ഒരിക്കലുമില്ല. ഭക്തന്മാരുടെ പ്രാർത്ഥനകൾ കേട്ട് ഭക്തിപ്രിയനായ ഭഗവാൻ ഈ ഭൂമിയിൽ അവതരിച്ചിരിക്കുകയാണ്. ഹേ അവിവേകികളായ മനുഷ്യരെ, ദശരഥ മഹാരാജാവിന്റെ ആഗ്രഹം സാധിക്കും. രാവണനെ വധിച്ച് 3 ലോകങ്ങളെയും പരിപാലിക്കുന്നവനുമാണ് ഈശ്വരൻ മനുഷ്യനായി ഇവിടെ അവതരിച്ചിരിക്കുന്നത്. ശ്രീരാമന്റെ പരമതത്വത്തെക്കുറിച്ച് ഇപ്രകാരം ഉപദേശിച്ച് വാമദേവ മുനി വാക്കുകൾ അവസാനിപ്പിച്ചു. വാമദേവന്റെ അമൃതതുല്യമായ ഉപദേശം കേട്ട് അയോധ്യാവാസികൾ ശ്രീരാമൻ സാക്ഷാൽ നാരായണൻ തന്നെയാണ് എന്ന് പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി. വാമദേവന മുനിയുടെ തത്വോപദേശം കേട്ടതോടെ അയോധ്യാവാസികളായ ജനങ്ങൾ എല്ലാവരും പരമാനന്ദമാകുന്ന വലിയൊരു സമുദ്രത്തിൽ മുഴുകിയവരായി മാറി. രാമസീതമാരുടെ ഈ വലിയ രാമരഹസ്യം സന്തോഷത്തോടെ നിരന്തരം മനസ്സിൽ ധ്യാനിക്കുക എന്നൊരു മനുഷ്യനും ശ്രീരാമദേവനിൽ ഉറച്ച ഭക്തിയും സകല സുഖദുഃഖങ്ങളും വിനാശവും ലഭിക്കുന്നത് തന്നെ ചെയ്യും. തികച്ചും രഹസ്യമായി സൂക്ഷിക്കേണ്ടതും പാപങ്ങളെല്ലാം നശിപ്പിക്കുന്നതുമായി ഈ പരമതത്വം നിങ്ങളോട് പറയാൻ കാരണം നിങ്ങളെല്ലാവരും ശ്രീരാമന് അത്രമേൽ പ്രിയപ്പെട്ടവരാണെന്ന് ഓർത്തതുകൊണ്ട് മാത്രമാണ്. ഇതോടെ അയോധ്യവാസികളുടെ മനസ്സിലെ സങ്കടവും വേവലാതികളും പൂർണ്ണമായും മാറി. മുനിശ്രേഷ്ഠനായ വാമനനും അത്യന്തം സന്തോഷത്തോടെ അവിടെ നിന്നും എഴുന്നള്ളി. ഇന്നീ വായിച്ച അർത്ഥത്തിൽ അമ്മ രാമനെ കാട്ടിലേക്ക് വിടാൻ സമ്മതിക്കാത്തതും ലക്ഷ്മണൻ കോപത്തോടെ ജ്വലിക്കുകയും ചെയ്തതും ആ കോപം രാമൻ ഉപദേശിച്ചു മാറ്റിയതും ഒക്കെ കുറിച്ചാണ്. ഇതുവരെയുള്ള ഭാഗങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണുക, ശ്രവിക്കുക. വളരെ ആനന്ദകരമായ ഒരു രാമായണമാണിവ. ഈ അർത്ഥം മനസ്സിലാക്കുമ്പോൾ നമ്മൾ തന്നെ ഓർക്കും, എന്തേ നമ്മളിത് നേരത്തെ അറിഞ്ഞില്ല എന്ന്. നമ്മൾ ഇന്ന് ഓരോരുത്തരും ജീവിക്കുന്നതിൻ്റെ അർത്ഥവും ജീവിതം എത്ര ക്ഷണികമാണെന്നും നമ്മൾ മാതാപിതാക്കളോട് കോപിക്കരുതെന്നുമുള്ളതിനൊക്കെ ഏറ്റവും വലിയ ഉദാത്തമായ ഉദാഹരണമാണ് രാമൻ്റെ ഈ കഥകൾ.
ബാക്കി അധ്യായങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.